ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും നമസ്കാരം. ബിന്ദുസ് വേൾഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ഒരു ചക്കപ്പായസത്തിൻ്റെ അല്ലെങ്കിൽ ചക്കപ്രഥമൻ്റെ ഒരു റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഉണ്ടാക്കിയപ്പോൾ എന്തായാലും നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ എങ്ങനെയാണത് ഉണ്ടാക്കിയെടുക്കുക നമുക്ക് നോക്കാം. വളരെ സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും തന്നെ ഉണ്ടാക്കി നോക്കാൻ ശ്രമിക്കുക. വളരെ ടേസ്റ്റിയുമാണ്, ഈസിയുമാണ്. നമുക്ക് ഈ ചക്കപ്പായസം ഉണ്ടാക്കുന്നത് നമുക്ക് വരട്ടി വെച്ച ചക്ക കൊണ്ടും ഉണ്ടാക്കാം. അല്ലാതെ നമ്മൾ പഴുത്ത ചക്ക അപ്പോഴേ നമ്മൾ കുക്കറിൽ വിസിലടിച്ച് നമുക്ക് മിക്സിയിൽ അരച്ചിട്ടതിന് ശേഷം അങ്ങനെയും ഉണ്ടാക്കാം കേട്ടോ. പക്ഷെ ഞാനിത് വരട്ടി വെച്ച ചക്ക കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് കിടക്കാം. ചക്കപ്പായസം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഇത് വരട്ടി വെച്ച ചക്കയാണ് കേട്ടോ. ഇത് നാട്ടിൽ നിന്നും ഹസ്ബൻഡിൻ്റെ അമ്മ കൊടുത്തയച്ചതായിരുന്നു. അപ്പോൾ ഞാനിതിപ്പോൾ ഒന്ന് ചൂടുവെള്ളത്തിൽ ഞാനൊന്ന് കട്ടയെല്ലാം ഉടച്ച് എടുത്തതാണ്. ചക്ക വരട്ടിയ ചക്കയായിരുന്നു ഇത്. അപ്പോൾ അങ്ങനെ പഴുത്ത ചക്ക നമ്മൾ കുറേ കാലത്തിന് വേണ്ടി വരട്ടി വെക്കുമല്ലോ നെയ്യിലൊക്കെ ഇട്ടിട്ട്. അപ്പോൾ അങ്ങനെ വരട്ടി വെച്ച ചക്ക ഞാൻ ചൂടുവെള്ളത്തിലിട്ടിട്ട് നല്ലപോലെ അതിൻ്റെ കട്ടയൊക്കെ ഒന്ന് ഉടച്ചെടുത്തതാണ്. നെയ്യിൽ വരട്ടി വെച്ചതാണ്. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് ശർക്കര എല്ലാം ഉരുക്കണം. അപ്പോൾ ഒരു ആവശ്യത്തിനുള്ള ശർക്കര നിങ്ങൾ എത്ര ആവശ്യമെന്ന് വെച്ചാൽ അത്ര എടുക്കുക. ശർക്കര ഇവിടെ ഇങ്ങനെ ശർക്കരയുടെ അച്ചായിട്ടല്ല കിട്ടുക. ഇവിടെ വലിയ ഒരു ഉണ്ടയായിട്ടുള്ള ശർക്കരയാണ് കേട്ടോ. അപ്പോൾ ഞാനതാണ് എടുത്തിട്ടുള്ളത്. ഞാനത് ഉരുക്കുകയാണ്. അപ്പോൾ ശർക്കര ഉരുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ വെച്ചിട്ടുണ്ട്. ഇത് ഏകദേശം ഒരു 1/2 കിലോ ശർക്കര എല്ലാം വേണ്ടി വരും. ഞാനിവിടെ എനിക്ക് ഉരുക്കി വെച്ച കുറച്ച് ശർക്കര ഇവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വലിയ ഒരു പീസാണ് കേട്ടോ എടുത്തുള്ളത്. അപ്പം ഇവിടുത്തെ ശർക്കര അങ്ങനെ വലിയ ശർക്കര ഇങ്ങനെ ഇവിടുത്തെ ശർക്കര ഇങ്ങനെ വലിഞ്ഞുകൊണ്ടാവും കേട്ടോ. ഭയങ്കരമായിട്ട് അത് പിന്നെ തണുക്കുമ്പോഴത്തേക്ക് അത് ഭയങ്കരമായിട്ട് അങ്ങ് ഉറച്ചു പോകും. അപ്പം ഞാൻ വെള്ളം കുറച്ച് നല്ലപോലെ ഒഴിച്ചിട്ടാണ് ഇത് ഇതാക്കുന്നത്. കണ്ടില്ലേ, കുറച്ച് നല്ലപോലെ വെള്ളം ഒഴിച്ചിട്ട് അങ്ങ് ഉരുക്കിയതാണ് ശർക്കര കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഈ ചക്കയിലേക്ക് ഒരു തേങ്ങ ഒരു തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഞാൻ തേങ്ങാപ്പാൽ ഉണ്ടാക്കാൻ പോവുകയാണ്. നിങ്ങൾക്ക് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ പറയുന്നത്. മിക്സിയിൽ നമുക്ക് അടിച്ചാൽ പെട്ടെന്ന് തന്നെ നമുക്ക് 1-ാം പാലും 2-ാം പാലും 3-ാം പാലും ഒക്കെ എടുത്ത് ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു തേങ്ങയുടെ തേങ്ങയാണ് ഇവിടെ ഒരു ഫുള്ള് തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. ഇനി അത് നമുക്ക് മിക്സിയിലൊന്ന് അടിച്ചിട്ട് പോരാം. ശർക്കര ഉരുക്കിയത് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഉരുക്കിയ ശർക്കരയും കൂടിയും കൂട്ടിയിട്ട് ഞാൻ കുറച്ച് ഒരു 1/2 ഗ്ലാസ് വെള്ളം കൂടി കൂട്ടിയതിന് ശേഷം ഞാനിതിവിടെ അടുപ്പിൽ വെച്ചതാണ്. അപ്പോൾ ഇത് നല്ലപോലെ കട്ടയൊന്നും ആവാതെ ഞാൻ ഇളക്കി കൊടുക്കുക കേട്ടോ. നല്ലപോലെ ഒന്ന് വേവണം ചക്ക. വെന്തതാണെങ്കിലും കൂടിയിട്ട് ഒന്നുകൂടി. അപ്പോൾ തേങ്ങയുടെ 3 പാലും ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ തേങ്ങയുടെ 3 പാലും ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് 1-ാം പാലാണ്. ഇതാണ് 1-ാം പാൽ കേട്ടോ. ഇവിടെ ഞാൻ ഈ കാണിക്കുന്നത് ഇത് നമുക്ക് 1-ാം പാലാണ്. തേങ്ങയിൽ ആദ്യത്തെ പാല് കുറുകിയ പാലാണ് ഇത്. പിന്നെ ഇത് 2-ാം പാലാണ്. അത് കഴിഞ്ഞ് ഇത് 3-ാം പാല്. അപ്പോൾ നമുക്ക് ആദ്യം ഇനി 3-ാം പാല് പായസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇനി നമ്മൾ പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന 3-ാമത്തെ പാലാണ് ഞാനിവിടെ ഒഴിച്ചു കൊടുക്കുന്നത്. 3-ാം പാല് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തു കേട്ടോ. നമ്മൾ 3-ാം പാല് ഒഴിച്ചതിന് ശേഷം നല്ലപോലെ ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് ഞാനൊരു 3 ടേബിൾ സ്പൂൺ അരിപ്പൊടി എടുത്തിട്ടുണ്ട് ഇവിടെ. വറുത്ത അരിപ്പൊടിയോ വറക്കാത്തതോ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. വറുത്ത അരിപ്പൊടിയാണെങ്കിൽ ഒന്നുകൂടി നല്ലതായിരിക്കും. അപ്പോൾ വറുത്തതുണ്ടെങ്കിൽ വറുത്തത് എടുത്തോളൂ. അല്ലെങ്കിൽ 3 ടേബിൾ സ്പൂൺ സാധാരണ റൈസ് പൗഡർ എടുത്താലും മതി. എന്നിട്ട് ഇത് നല്ലപോലെ നമ്മൾ 2-ാം പാലിൽ കലക്കിയിട്ടാണ് ഇത് ഒഴിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ അരിപ്പൊടി നമുക്ക് ഈ 2-ാം പാലിലേക്ക് ഇട്ട് കൊടുക്കണം. അപ്പം അത് ഞാനിവിടെ ഇട്ട് കൊടുത്തു. എന്നിട്ട് കട്ടയില്ലാതെ നല്ലപോലെ ഇളക്കി റെഡിയാക്കുക കേട്ടോ. 2-ാം പാലിലേക്ക് ഇട്ടതിന് ശേഷം നല്ലപോലെ
കട്ടയെല്ലാം ഉടയ്ക്കുക. എന്നിട്ട് നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ രണ്ടാം പാലിൽ അരിപ്പൊടി കൂട്ടിയത് ഞാനിവിടെ ഒഴിച്ചു കൊടുത്തു കേട്ടോ. അപ്പോൾ അരിപ്പൊടി ചേർത്ത് നമ്മൾ രണ്ടാം പാല് ഒക്കെ പിന്നെ ചേർത്ത് നമ്മൾ രണ്ടാം പാലിൽ ചേർത്ത് ഇളക്കിയതിന് ശേഷം ഇത് നല്ലപോലെ തിളച്ചു കേട്ടോ. അരിപ്പൊടിയൊക്കെ ഇട്ടതുകൊണ്ട് നല്ലപോലെ ഒന്ന് കിടന്ന് അരിപ്പൊടിയൊക്കെ ഒന്ന് വേവണം. അപ്പോൾ അതുകൊണ്ട് ഇത് തിളച്ച് നല്ലപോലെ ഒരു കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇത് ഓഫ് ചെയ്ത് വെക്കാം കേട്ടോ. ഒന്നാം പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ തിളപ്പിക്കരുത്, പിന്നെ ഗ്യാസ് ഓഫ്. ഇനി നമ്മൾ ഇതിലേക്ക് ആദ്യത്തെ പാൽ ഒന്നാം പാൽ ചേർത്ത് കൊടുത്ത ഉടനെ ഗ്യാസ് ഓഫാക്കി കേട്ടോ. ഞാൻ ഗ്യാസ് ഓഫാക്കി. ഇനി ഇത് നല്ലപോലെ ഇളക്കി കൊടുക്കുക. നല്ല അടിപൊളിയായിട്ടുണ്ട്. ഇപ്പോൾ സ്മെല്ലെല്ലാം വരാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു ചക്കപ്രഥമൻ്റെ സ്മെല്ലെല്ലാം നല്ല പോലെ വരുന്നുണ്ട് ഇപ്പോൾ. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് ഒന്നാം പാലും ചേർത്തു. ഇപ്പം തന്നെ അങ്ങനെ കുടിക്കാൻ തോന്നും കേട്ടോ, നമുക്ക് കണ്ടാൽ തന്നെ. അപ്പം ഞാൻ ഈ ചക്കപ്പായസത്തിലേക്ക് ഒന്ന് വറുത്തിടാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 2 കാഷ്യൂനട്ടും അതുപോലെ തന്നെ റൈസിൻസും കുറച്ച് പിന്നെ നാളികേരത്തിൻ്റെ കൊത്തും കൂടി എടുത്തിട്ടുണ്ട്. നാളികേര കൊത്ത് മാത്രം മതിയെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇവിടെ മക്കൾക്കും എനിക്കും എല്ലാവർക്കും ഇഷ്ടമാണ് ഇങ്ങനെ അണ്ടിപ്പരിപ്പും കാഷ്യൂനട്ടും അതേപോലെ റൈസിനും മുന്തിരിയും എല്ലാം ഇടുന്നത് എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് ഇതൊരു രസമാണ്, പ്രത്യേക രസമുണ്ട്. വെറും നാളികേരമായാൽ ഒരു മടുപ്പ് വരും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതും കൂടി ഇതിലേക്കൊന്ന് വറവിടുകയാണ്, ഫ്രൈ ചെയ്യാണ്. അപ്പോൾ എല്ലാം നല്ലപോലെ നമുക്ക് തേങ്ങാക്കൊത്ത് നിങ്ങൾ ആദ്യം നിങ്ങളൊന്ന് മൂപ്പിച്ചെടുക്കണം. എന്നിട്ട് അണ്ടിപ്പരിപ്പിട്ടിട്ട് വേണം പിന്നെ വേണം റൈസിനിടാൻ. അപ്പോൾ ഇതെല്ലാം നല്ലപോലെ ആയി വന്നു. ഇനി നമുക്ക് അപ്പോൾ അങ്ങനെ ചക്കപ്പായസം റെഡിയായി. വറവെല്ലാം അതിലേക്ക് ഇട്ട് കൊടുക്കും. അപ്പോൾ നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ. അണ്ടിപ്പരിപ്പിൻ്റെയും മുന്തിരിൻ്റെയും എല്ലാം സ്മെല്ലും പായസത്തിൻ്റെ സ്മെല്ലും എല്ലാം കൂടി വന്ന് നല്ല ടേസ്റ്റ് ഉണ്ട് കുടിക്കാനായിട്ട്. അപ്പോൾ അത് നമ്മൾ ഇന്ന് ഉണ്ടാക്കിയിട്ട് നാളത്തേക്കാണ് ഇതിൻ്റെ ഫ്രിഡ്ജിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ അത്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, നല്ല ഈസിയാണ് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ വീണ്ടും നല്ല വീഡിയോസുമായി ഉടൻ തന്നെ വരാം. ടിൽ ദെൻ ബൈ.